ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ യുവ പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങൾ ബഡ്ജറ്റ് പഠിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി. ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ വാർഷിക പദ്ധതി രൂപീകരണവും കരട് പദ്ധതി രേഖ പ്രകാശനവും വികസന സെമിനാറും ഉജ്ജ്വലമായി നടന്നു. ചേലക്കര MSN ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് MLA യുവ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഇത് എല്ലാവർക്കും നമ്മുടെ ഗ്രാമത്തിലെ ചെറുകിടയ്ക്ക് ആവശ്യമായ പണം വരുമ്പോൾ ആ പണത്തെ നമ്മുടെ പ്രജാതർക്ക് ഉപയോഗിക്കാൻ വേണ്ടി വരുമ്പോൾ സർക്കാരിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് പദ്ധതി ഉണ്ടാക്കിക്കേണ്ട പദ്ധതി അനുസരിച്ച് അംഗീകാരം കിട്ടേണ്ട ഓരോ ഉദ്യോഗസ്ഥന്മാരെ അതാത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വളരെ കൃത്യമായി അതിന്റെ പദ്ധതികൾ വെല്ലുവിളിക്കുന്നു. ഇടപെടലോടുകൂടി സമയപ്രദമായി ചെലവഴിക്കുമ്പോൾ മികച്ച പഞ്ചായത്തായി മാറും. അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഭരണസമിതിയോടൊപ്പം തന്നെ എല്ലാ പദ്ധതികളും മുന്നിലേക്ക് നിർത്താറുണ്ട്. സ്വാഭാവികമായിട്ട് സംഭവിക്കാറില്ല. പല സ്ഥലങ്ങളിലും ഭരണസമിതി രാഷ്ട്രീയ നോക്കിക്കല്ല ഞങ്ങളുടെ വഴി കഴിഞ്ഞു ഇനി ഞങ്ങൾക്കല്ല അതിൻ്റെ ബോർഡ് പലരും ഈ പ്രവർത്തനം കഴിഞ്ഞാൽ പുറകോട്ട് പോകാറ്. ഇവിടെ ഈ പദ്ധതി സമയബദ്ധമായി ചെലവഴിക്കുന്നത് നമ്മളെല്ലാവരും ഉത്തരവാദിത്തമാണ്. ഇതിലേറെ കുറവ് വന്നാൽ അടുത്ത കൊല്ലം ചെലവഴിക്കാൻ ഈ പ്രധാനപ്പെട്ട പദ്ധതിയിൽ അത് ഉപേക്ഷിക്കപ്പെടുക. അത് കുറച്ചിട്ടാണ് ഈ മലയാളം പണം. അപ്പോൾ അത് ആ നിലയ്ക്ക് ആകാതെ നമുക്ക് നല്ല കച്ചവടത്തോടുകൂടി ഈ ഗ്രാമം നേരത്തെ ഒരു വിഷയം അധ്യക്ഷൻ വേണ്ടി ഗ്രാമത്തെ അധ്യക്ഷൻ വേണ്ടി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തന്റെ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും അധികം MLA ഫണ്ട് വകയിരുത്തിയ ഗ്രാമപഞ്ചായത്താണ് ചേലക്കരയെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വാഗ്ദാനങ്ങൾ നൽകുന്നതിനു മുൻപ് പഞ്ചായത്തിന്റെ സാമ്പത്തിക ബഡ്ജറ്റിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കണമെന്നും എല്ലാം ശരിയാക്കാമെന്ന് പറയുന്നതിനു മുൻപ് സാമ്പത്തിക സ്രോതസ്സുകൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വികസന സെമിനാറിന് അദ്ദേഹം എല്ലാവിധ വിജയാശംസകളും നേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വളരെ അടിയന്തരമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയത്. നമ്മുടെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞത് പ്രകാരം ആ നിർദ്ദേശാനുസരണം നമ്മൾ ആദ്യം ആസൂത്രണ സമിതി, അതിനുശേഷം വർക്കിംഗ് ഗ്രൂപ്പും, അതിനുശേഷം 24 ഗ്രാമസഭകൾ, ഉന്നതിയിലെ യോഗം, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭ, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളുടെ നമ്മൾ വിവിധ മേഖലകളിലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അങ്ങനെയൊരു പദ്ധതിക്കാണ് ഇവിടെ രൂപം കൊടുത്തിട്ടുള്ളത്. സാക്ഷാത്കരിക്കപ്പെടേണ്ട പദ്ധതി, ഒരു സ്വപ്നം കാണുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ വിനോദ് പന്തലാടി സ്വാഗതം ആശംസിച്ചു. പദ്ധതികൾ അന്തിമ രൂപമാവുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ ഒരു ശൃംഖലാ പ്രവർത്തനം തന്നെ അതിന്റെ പുറകിൽ നടന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായി ആസൂത്രണ സമിതി പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘടിപ്പിച്ച ആസൂത്രണ സമിതിയിൽ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. അതിനുശേഷം വർക്കിംഗ് ഗ്രൂപ്പുകളെ പുനഃസംഘടിപ്പിച്ചു. ആ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. അതിനുശേഷം നമ്മൾ ഗ്രാമസഭകളിലേക്ക് പോയി. ഗ്രാമസഭകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. ഈ 3 തലങ്ങളിലുള്ള നിർദ്ദേശങ്ങളും സ്വീകരിച്ച് അവ ക്രോഡീകരിച്ചിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ വികസന സെമിനാറിൽ എത്തിച്ചേർന്നത്. ഇന്നിവിടെയുള്ള പദ്ധതികളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി ചേർത്ത് നിലവിൽ രൂപപ്പെടുത്തിയ പദ്ധതികൾ ഭേദഗതി ചെയ്യണമെങ്കിൽ ഭേദഗതി ചെയ്ത് അതിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തി ഇന്നത്തോടെ നമ്മൾ അതിൻ്റെ അന്തിമ രൂപത്തിലേക്ക് എത്തും. നമ്മുടെ 26-27 വാർഷിക പദ്ധതിയുടെ അന്തിമ രൂപത്തിലേക്ക് നമ്മൾ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കൃഷി അടിസ്ഥാനമാക്കിയ ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമുക്കുള്ളത് ചേലക്കരയിൽ. ചടങ്ങിൽ വെച്ച് ഇക്കോസെൻസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ മികച്ച സ്കൂളുകൾക്കുള്ള അനുമോദനവും MLA നിർവഹിച്ചു. പഞ്ചായത്തിലെ ശുചിത്വ പഠനോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ AUPS തോന്നൂർക്കര, 2ാം സ്ഥാനം നേടിയ LFGHS
ചേലക്കര 3ാം സ്ഥാനം നേടിയ പങ്ങാരപ്പിള്ളി സ്കൂൾ എന്നിവർക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ ചേലക്കര SMT GHSSലെ 4 വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. പ്രസ് ക്ലബ് ഭാരവാഹികളായ ഗോപി ചക്കുന്നത്ത്, വി മണികണ്ഠൻ, MR സജി, സ്റ്റാൻലി K സാമുവൽ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ഹരിത കർമ്മസേനാംഗങ്ങൾ എന്നിവരുൾപ്പെടെ വിപുലമായ ജനപങ്കാളിത്തം ചടങ്ങിലുണ്ടായിരുന്നു. ഏപ്രിൽ 19 84 115 എന്നിവ ആധാരമാക്കി തയ്യാറാക്കിയതാണ്. ഗ്രാമപഞ്ചായത്ത് വരും വർഷങ്ങളിൽ വിവിധ മേഖലകളിൽ സമഗ്ര വികസനം ലക്ഷ്യമാക്കി തയ്യാറാക്കിയ ഈ കരട് പദ്ധതി രേഖ ഉൽപാദന മേഖലയിൽ 1,65,25,000 രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. CCB ന്യൂസ് ചേലക്കര.